ഫ്രണ്ട്സ്, നമ്മൾ ചന്ദന മരവും ചന്ദനത്തോപ്പും എല്ലാം നമ്മൾ കേട്ട് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇവിടെ ഈ ലൊക്കേഷനിൽ വരികയും ഞങ്ങൾ ഇവിടെ മുഴുവൻ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിവരിക്കുകയാണ്. ഇതാണ് നമ്മൾ പ്ലാന്റേഷന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ചന്ദന തൈകൾ. ഈ ചന്ദന തൈകളാണ് നമ്മൾ ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ച് ഒരു തോട്ടം പോലെ നമ്മൾ അത് വളർത്തിക്കൊണ്ടുവരുന്നത്. 5 സെന്റിൽ 20 ചന്ദനമരമാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൈകൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം, വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ചന്ദന മരം, ഈ ചന്ദന തൈകൾ നടുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചീരയുണ്ട്. ഈ ചീര ആദ്യം ചന്ദന തൈകൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതാദ്യം വെച്ച് പിടിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ തൈകൾ നടുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ജലാംശം മുഴുവൻ നഷ്ടപ്പെടാതെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ വളരുവാനായിട്ട്, ഈ തൈകൾക്ക് ഗ്രോത്ത് കിട്ടുവാനായിട്ട് ഇതിനെ സഹായിക്കും. ആദ്യം നമ്മൾ 3 മാസത്തേക്ക് 4 മാസത്തേക്ക് നമ്മൾ ചീര തൈകൾ നട്ടു പിടിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ ചാൻസിൽ നമ്മൾ നടുന്നത് തുവരപ്പരിപ്പിന്റെ തൈകളാണ്. അതാണ് അതിന്റെ സിസ്റ്റം. അപ്പോൾ 30 വർഷം കൊണ്ട് വളരേണ്ട ഈ തൈകൾ 15 വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുന്നു. ഈ തുവരപ്പരിപ്പിന്റെ തൈകൾ നട്ടതിന് ശേഷം പിന്നെ നമ്മൾ നടുന്നത് മാതളമാണ്. മാതളത്തിന്റെ വിത്ത് പാകി ആ മാതളത്തിന്റെ തൈകൾ നിൽക്കുമ്പോൾ ഈ ചന്ദന മരത്തിന്റെ ജലാംശം ഒട്ടും നഷ്ടപ്പെടാതെ ആ വളക്കൂറ് അതിന് കിട്ടുകയും അത് വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നു. അതായത് ഏകദേശം നമുക്ക് 35 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട ചന്ദനമരം നമുക്ക് 15 വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ആൽമരത്തിനും ചന്ദനമരത്തിനും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരത്തിന് 12 മണിക്കൂറാണ് നമുക്ക് എനർജി തരാൻ സാധിക്കുന്നതെങ്കിൽ ഒരു ചന്ദനമരത്തിന് 24 മണിക്കൂറും നമുക്ക് ഫുൾ എനർജി തരാനായിട്ട് സാധിക്കും. അപ്പോൾ ചന്ദനമരവും ആൽമരവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 24 മണിക്കൂറും എനർജി തരുന്ന ചന്ദനമരത്തിൽ നമ്മൾ നട്ടതിന് ശേഷം അവിടെയാണ് നമ്മൾ റിസോർട്ട് നിർമ്മിക്കുന്നത്. ഈ റിസോർട്ടിലാണ് നമ്മൾ ടൂറിസ്റ്റുകൾ എത്തുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ടുന്ന റിസർച്ച് സെന്ററും നമ്മൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നമ്മളുടെ ഫാമാണ്. ഇവിടെയാണ് നമ്മൾ ഈ ബഡ് ചെയ്ത ഈ ചന്ദന മരത്തിന്റെ വിത്തുകൾ, തൈകൾ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഈ കാണുന്ന ഈ ചന്ദന മരം ഏകദേശം 4 മാസം 5 മാസം പ്രായമായതാണ്. ഇത് ഒരു 15 വർഷം കഴിയുമ്പോൾ ഇത് പൂർണ്ണ വളർച്ചയിലെത്തുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഞാനിപ്പോൾ ചന്ദനത്തോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ നേരത്തെ കണ്ടത് ചന്ദന തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന നഴ്സറി ഫാമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചന്ദനത്തോട്ടത്തിലാണ്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 5 മാസം വളർച്ച എത്തിയ ചന്ദന തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടിയിൽ ചീരയും ഈ പറഞ്ഞ പോലെ തന്നെ തുവരപ്പരിപ്പും മാതളവും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മാതളമാണ്. ഈ മാതളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ജലാംശം ഈ ചന്ദന മരങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇനിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ഈ ചന്ദന തോട്ടത്തിൽ 5 സെന്റ് സ്ഥലം നമുക്ക് സ്വന്തമാക്കാം 18 ലക്ഷം രൂപയ്ക്ക്. ഇനി ഈ പറഞ്ഞ 18 ലക്ഷം രൂപ നമുക്ക് ഓൾറെഡി എടുക്കാനായിട്ടില്ല എങ്കിൽ നമുക്ക് മാസം 15,000 രൂപ EMI കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞ പ്ലോട്ട് സ്വന്തമാക്കാം. നമ്മൾ ഈ പറഞ്ഞ പ്ലോട്ട് 15,000 രൂപ പെർ മന്ത് നമ്മൾ കൊടുത്ത് ഏകദേശം 70% നമ്മൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞ സമയത്ത് നമ്മുടെ പേരിലേക്ക് ഈ പറഞ്ഞ പ്ലോട്ട് രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. ആധാരം നിങ്ങളുടെ കയ്യിൽ
വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലോ രജിസ്റ്റർ ഓഫീസിലോ എവിടെ പോയി വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിന് വിത്ത് പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഭവനത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഈ പറഞ്ഞ കർഷകർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അവർ നമുക്ക് വേണ്ടി വേണ്ട കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് ഉള്ള ഈ സമയത്ത് ഈ കാണുന്ന ഈ പ്ലോട്ട് വെറും 18 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ധനമുണ്ടാകണമെന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് EMI ആയിട്ട് മാസം 15,000 രൂപ വെച്ച് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് പോലെ നമ്മുടെ കമ്പനിയിൽ അടക്കുകയാണെങ്കിൽ നമുക്ക് 15 വർഷം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലോട്ട് സ്വന്തമാകുന്നതിനോടൊപ്പം തന്നെ ഏകദേശം 20 തൈകൾ, 20 ചന്ദനമരം, ഏകദേശം ആ സമയം എത്തുമ്പോൾ ഈ പറഞ്ഞ ചന്ദനമരത്തിന് ഒരു മരത്തിന് 10 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് ഗവൺമെന്റിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നമ്മളുടെ MD ഇതിനു വേണ്ടിയിട്ട് റിസർച്ച് സെന്റർ വരെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പണം പുറത്തു പോകാതെ നമുക്ക് തന്നെ ആ ഫുൾ പേയ്മെന്റ് കിട്ടുന്ന എല്ലാ ഓപ്ഷനും നമ്മളുടെ MD ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി റിസോർട്ട് കാണാം, ഇനി ഇതിന്റെ ഇനോഗ്രേഷൻ കാണാം. എല്ലാത്തിനും ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. കമാൺ.